നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം ഡൈസറെ അല്ലേ? പ്രണവ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ സീൻ തൂക്കോ? യെസ് ഓർ നോ? കണ്ടു നോക്കിയിട്ട് പറയേണ്ടി വരും. ഞാനൊന്നും പറയില്ല. ഒന്നും പറയില്ല. ഫുൾ സസ്പെൻസ് ആണ്. എന്നാലും പ്രിവ്യൂ ഒക്കെ കണ്ട സ്ഥിതിക്ക് കണ്ടവർ പറയട്ടെ, ഞാനായിട്ടൊന്നും പറയണില്ല. ബാക്കി ഓഡിയൻസ് പറയട്ടെ. ഈ ഹൊറർ മൂവീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് സൈലൻസിനായിരിക്കും കൂടുതൽ നമ്മളെ പേടിപ്പിക്കാൻ പറ്റുന്നത്, സൈലൻസിന്. അപ്പോൾ ഇതിൽ സൈലൻസിനെ ഒരു മ്യൂസിക്കായിട്ട് എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഏത് പടമാണെങ്കിലും നമ്മൾ സൈലൻസ് ഇല്ലെങ്കിൽ മൊത്തം മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക്സ് കിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്തിനാണ് മ്യൂസിക് വരുന്നതിന് അർത്ഥം വേണമെങ്കിൽ സൈലൻസ് വേണം. ഉറപ്പായിട്ടും സൈലൻസ് ഉണ്ടാവും. ഈ സൈലൻസിനെ നമുക്ക് എങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇൻസ്ട്രുമെന്റ് ആയിട്ട് സൈലൻസിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. സൈലൻസിന് ഒരു ഐഡിയ ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയായിരിക്കും? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു സൈലൻസിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു ജംപ് സ്കെയർ ഒക്കെ വർക്ക് ആവുക. അത്രേ ഉള്ളൂ. സൈലൻസ് വരുന്നു, സൈലൻസ് വന്നാലേ ജംപ് സ്കെയർ ഉറപ്പായിട്ടും ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മൾ ഈ രാഹുൽ സദാശിവന്റെ മൂവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് ഹൊറർ സാധനങ്ങളാണ്. ഓൾമോസ്റ്റ് അല്ല, എല്ലാം ഒരു ഹൊറർ സംഭവങ്ങളാണ്. ബ്രഹ്മയുഗം ആണെങ്കിലും റെഡ് റെയിൻ ആണെങ്കിലും ഭൂതകാലം, ഇപ്പോൾ ഡൈസറ, എല്ലാം ഒരു ഹൊറർ സംഭവമാണ്. അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ പണ്ടൊക്കെ കണ്ടുവന്ന സിനിമകൾ എന്ന് പറയുമ്പോഴേക്ക് ഈ വെള്ള സാരി ഉടുത്ത് പ്രേതം വരിക, അതുപോലെ ജംപ് സ്കെയേഴ്സ്, ഇങ്ങനെയാണ് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പാറ്റേൺ ഒന്നും ഇല്ലാണ്ട് ഒരു പ്രേതത്തിനെ അങ്ങനെ അല്ലെങ്കിൽ ഒരു എലമെന്റിനെ കാണിക്കാതെ പോലും നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജംപ് സ്കെയേഴ്സ് ഒന്നും ഇല്ലതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആള് ഈ ഒരു മൂവീനെ പറഞ്ഞു തന്നത്? ഇതിന്റെ മ്യൂസിക് എങ്ങനെ വേണമെന്ന് ആ ഒരു ഐഡിയ എങ്ങനെയാണ് തന്നത്? സൗണ്ട് വൈസ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഉറപ്പായിട്ടും അതിന്റെ സട്ടിലിറ്റി കീപ്പ് ചെയ്യുക, വേണ്ട സ്ഥലങ്ങളിൽ ലൗഡ് ആവുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്ന് ആളെങ്ങനെയാണ് കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡിലാണോ നമ്മളെ കൺവേ ചെയ്യുന്നത്, അതോ കുറച്ചുകൂടി ഇമോഷണൽ ആ രീതിയിലാണോ ആ ഒരു സ്റ്റോറി നമ്മളെ പറഞ്ഞത്? അതായത് ടെക്നിക്കൽ രീതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വേണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്കിതാണ് വേണ്ടത്, അങ്ങനെ പറഞ്ഞു തരുമോ? ഇതാണ് സ്റ്റോറി, ഇതാണ് മൂഡ്, ആ ഒരു രീതി അങ്ങനെ പറയാം. ടെക്നിക്കലിൽ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയാറില്ല. എന്താണ് പുള്ളിക്ക് വേണ്ട മൂഡ് എന്ന് മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഉറപ്പായിട്ടും DSR എന്ന ആ വാക്കിന് ഡിമാൻഡ് ചെയ്യുന്ന നോട്ടാണ്. DSR നോട്ടുകളുണ്ട്. ഇപ്പോൾ ഇതാണ് DSR നോട്ട്. DSR ആയിട്ട് പണ്ട് മൊസാർട്ട് മുതൽ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഡെത്തിനെ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കിനെയോ മെൻഷൻ ചെയ്യുന്ന ഒരു നോട്ടാണ്. ആ നോട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കാണിക്കണം. നമ്മുടെ മ്യൂസിക്കായിട്ട് മേ ബി അത്ര ഡീപ്പ് നോളജ് ഇല്ലാത്തവർക്ക് ഈ ഒരു സംഭവം ചിലപ്പം അത്ര മനസ്സിലായി എന്ന് വരില്ല. എന്താണ് ഇപ്പോൾ ഈ DSR ഇതിന് സ്പെഷ്യൽ, ഇപ്പം എനിക്ക് പോലും അത്രയ്ക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിന് സ്പെഷ്യൽ ആയിട്ടൊരു ട്രഡീഷണൽ നോട്ട്സ് ഉണ്ടോ, കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ സംഭവം? കുറേ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കമ്പോസ് ചെയ്തൊരു മെലഡിയാണ്. അപ്പോൾ അതിലെ ഈ നോട്ടുകൾ വെച്ചിട്ട് പണ്ട് ഗോത്തിക് കൾച്ചറിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡെത്തിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള കാര്യങ്ങളിൽ ഇമോഷൻസിനെ കൺവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നോട്ടാണ്. അത് പിന്നെ പിന്നീട് ഓരോരോ പടങ്ങളിലും പല പല കമ്പോസേഴ്സും അതിൻ്റെ പല പല വേരിയേഷൻസ് ട്രൈ ചെയ്തു. അപ്പം ഞാനും എൻ്റെതായ വെർഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് കയ്യിലോട്ട് വന്നപ്പോഴാണോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാൻ പോയത്? നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, ജസ്റ്റ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനെപ്പറ്റി ഇത് വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഇതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അതെ. അപ്പം മ്യൂസിക്കിന്റെ ഒരു വേറൊരു സൈഡിലോട്ട് പോകാൻ പറ്റിയോ ഈ ഒരു സ്റ്റഡി നടത്തിയ സമയത്ത്? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈ നോട്ട് DSR എന്ന പേര് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടും ഈ നോട്ട് ആവശ്യമുള്ളത് കൊണ്ടും അതിന്റെ ഒരു വേറൊരു തലം ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എൻ്റെതായ രീതിയിൽ ഉള്ള സ്കോറുകളാണ്. അല്ലാതെ പുതിയ കുറച്ച് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിക്കിന് സത്യം പറഞ്ഞാൽ പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി, നമ്മുടെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പേഴ്സണലി ഒരു എഫക്റ്റ് തന്നിട്ടുള്ള മ്യൂസിക്സ് ഏതൊക്കെയായിരിക്കും? ഞാൻ ചെയ്ത വർക്കാണോ ചെയ്തതോ അല്ലാത്തതോ ആയിട്ട് പറയാം. ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ കൂടുതലും അങ്ങനെ ഒരു ഇമ്പാക്ട് കിട്ടിയ വർക്ക്സ് ഉണ്ടോ? ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ചിലതിപ്പോൾ ഒരു ലവ് തീമൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ ഒരു വിരഹം നമുക്ക് മനസ്സിലാവുന്ന സംഭവമുണ്ട്. ചില നമുക്ക് ഭയങ്കരമായിട്ട് മൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തില്ല? അങ്ങനെ ഹോണ്ട് ചെയ്ത ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പോൾ എസ്രയിലെ തമ്പീരാൻ ആക്ച്വലി ഭയങ്കര ഹോണ്ടിങ് ട്രാക്കായിരുന്നു ആ ടൈമിൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയ സമയം. ആ സമയത്ത് സുഷിഞ്ഞാൻ്റെ ആ ട്രാക്കിൽ ഭയങ്കര ഹൈ ആയിരുന്നു. എസ്രയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതുപോലെ ഇപ്പൊ മറ്റേ ഈ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ഇത് പറയുവാണെങ്കിൽ എന്നതിന്റെ മൊയ്തീന്റെ തീം ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു.
ആണോ? ഗോപിച്ചേട്ടൻ ചെയ്ത മെലഡി ഭയങ്കര അത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീടെത്തിയാലും വേണേ പിറ്റേ ദിവസം വരെ ചിലപ്പോൾ നമ്മുടെ തലയിൽ അത് ഓടും. അപ്പോൾ അത് അങ്ങനത്തെ ഉറപ്പായിട്ട് ഒരുപാട് മെലഡികൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സ്വന്തം വർക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം എന്താ? ഇതിങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടും തലേന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഹ്മയുഗം പറഞ്ഞിട്ടുണ്ട്, സൂക്ഷ്മദർശിനി പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മദർശിനിയുടെ പറയുമ്പോഴത്തേക്ക് അതൊരു വേറൊരു സാധനം. നമുക്കാണെങ്കിലും എന്തോ സംതിങ് ഡിഫറെന്റ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്രിസ്റ്റോയുടെ മ്യൂസിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സംതിങ് ഡിഫറെന്റ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്രഹ്മയുഗ ആണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും എല്ലാത്തിലും എന്തോ ഒരു സ്പെഷ്യൽ എലമെന്റ് ഉണ്ട്. എങ്ങനെയാ ഇത് നടക്കുന്നത്? എന്റെ ആഗ്രഹമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഡ്രീം ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ ആകുക എന്ന് പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ് മുതൽ ആഗ്രഹിച്ച് ഇവിടെ എത്തിയിരിക്കണം. അപ്പോൾ എനിക്ക് ആ ഡ്രീമിൽ ജീവിക്കണ സമയത്ത് എനിക്കത് എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് എന്റേതായ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം അത് സംഭവിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മയുഗം നോക്കുകയാണെങ്കിലും സൂക്ഷ്മദർശിനി നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഡേസറ നോക്കുകയാണെങ്കിലും എല്ലാം എന്തോ ഒരു ഡാർക്ക് സംഭവം ഉണ്ട് അതിനകത്ത്. ഇത് നാച്ചുറലി സംഭവിക്കുന്നതാണോ? എങ്ങനെയാണ് ഇത്തരം പ്രോജക്ട്സ് വന്നെത്തുന്നത്? ഡാർക്കിനോടൊരു ഇഷ്ടമുണ്ട്. എന്തൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഡാർക്കുകളൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. അതെ, അത്ര സിമ്പിൾ ആൻസറിൽ അത് ഒതുക്കാൻ പറ്റുമോ? അത്രേ ഉള്ളോ അത് സത്യം പറഞ്ഞാൽ? ഡാർക്ക് സ്കോർ എനിക്കറിയില്ല. ഞാൻ കൂടുതലും ആ ഒരു അങ്ങനത്തെ കുറച്ച് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ അടിപ്പിക്കാനോ ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനത്തെ ഇപ്പോൾ ഈ ബ്രഹ്മയുഗം ആണെങ്കിലും DSC ആണെങ്കിലും അതിൻ്റെ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കലി നമുക്ക് ഭയങ്കര വിയേർഡായിട്ടുള്ള വഴികളിലൂടെ പോകാൻ പറ്റും. ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഈ DSRയിൽ അതിൽ അങ്ങനെ ഈ കമ്പോസിങ് ടൈമിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? ചില സമയത്ത് നമ്മൾ ഈ ട്രാക്കൊക്കെ എക്സ്പോർട്ട് അടിച്ച് ഇത് പ്ലേ ചെയ്ത് നോക്കും. അപ്പോൾ സ്റ്റുഡിയോ ഒറ്റക്കായിരിക്കും, ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യണം. ഞാൻ പ്ലേ ചെയ്ത് ബാക്കിലോട്ട് പോകും, പ്ലേ ആവും, തന്നെ ഓഫ് ആവും, തന്നെ പ്ലേ ആവും. ഇത് മറ്റേ ഇതൊന്നുമല്ല, ചിലപ്പോൾ ഗ്ലിച്ച് ആയിരിക്കാം. മനസ്സിലായ കമ്പ്യൂട്ടറിന്റെ ഗ്ലിച്ച് അത് ചിലപ്പോൾ ബാക്കി ആൾക്കാർ അത് ഫേസ് ചെയ്യണം. പക്ഷെ ഈ പടം വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഡാർക്ക് ഓറയിലൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് എനിക്ക് ഇത് കിട്ടുമ്പോൾ ചില സമയത്ത് എന്താ ഇത് ബാഡടിക്കൂല. അങ്ങനെ ഫണ്ണായിട്ട് ഫീൽ ചെയ്യും. അത് ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ? അതോ ബ്രഹ്മയുഗത്തിലുണ്ടായില്ല. എന്റെ മെഷീന്റെ പ്രശ്നമായിരിക്കും അത്, അല്ലെങ്കിൽ കീബോർഡിന്റെ എന്തെങ്കിലും ബഗ് ആയിരിക്കും. പക്ഷെ ഭയങ്കര രസമായിരുന്നു ആ മൊമെന്റ്. എപ്പോഴെങ്കിലും ഒന്ന് പാനിക് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ? ആ സമയത്ത് ഞാൻ ഇതെന്താ എന്നുള്ളൊരു അവസ്ഥ വന്നായിരുന്നു. ആരുടെങ്കിലും ഷെയർ ചെയ്തോ ഇങ്ങനെ സംഭവം ഉണ്ടായി? ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചേട്ടാ സൂക്ഷിക്കണം, തമാശയായിട്ട് വെറുതെ പറയാറ്. ശരിക്കും എപ്പോഴെങ്കിലും ഈ പറയുന്ന ഈ ഡാർക്ക് തീം മാത്രം ചെയ്യുമ്പോൾ ഇതിപ്പോ നമ്മളൊരു ഫണ്ണായിട്ട് പറഞ്ഞു പോയെങ്കിൽ പോലും ഒരു നെഗറ്റിവിറ്റി എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നെഗറ്റിവിറ്റി എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഇത് ചെയ്യണ സമയത്ത് ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോയിന്റ് വരുമ്പോൾ എനിക്ക് സാറ്റിസ്ഫൈ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന ഓഡിയൻസിന് അത് ഡിസ്റ്റർബിങ് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് വരാറുണ്ട്. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം, ആൾക്കാരെന്താ പറയണെന്ന് അറിയട്ടെ. പ്രണവായിട്ട് എന്തെങ്കിലും ഡിസ്കഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ആ ഒരു ക്യാരക്ടറിനോട്ട്? ഇല്ല, അങ്ങനെയൊന്നും. ഞങ്ങൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കുക, അല്ലാതെ ക്യാരക്ടറിനെ പറ്റി അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല, ക്യാരക്ടറിന് അപ്പൊ അങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ആവശ്യം വരില്ല അല്ലേ ഈ മ്യൂസിക് കമ്പോസിങ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മള് വിഷ്വല് കാണും, അതിനു മുമ്പ് കഥ കേൾക്കും, സ്ട്രക്ചർ അറിയാം, അതിലെന്താ വേണ്ടെന്നുള്ളൊരു ധാരണ ഉറപ്പായിട്ടും കിട്ടുമായിരിക്കും. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ആക്ടറോട് അങ്ങനെ ക്യാരക്ടർ പരിപാടി എന്താ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു റോ ഫൂട്ടേജസ് കണ്ട സമയത്ത്? എക്സൈറ്റഡ് ആയിരുന്നു, അത് രസമുണ്ടായിരുന്നു. പിന്നെ അറിയില്ല, ഞാൻ പല വേർഷൻ വർക്ക് ചെയ്ത് സൗണ്ട് ഇല്ലാതെ, മ്യൂസിക് വെച്ച്, മ്യൂസിക് ഇല്ലാതെ, ഫൈനൽ കട്ട്, ഫസ്റ്റ് കട്ട് എന്നൊക്കെ പറഞ്ഞ പല വെർഷൻസ് ചെയ്ത് വന്നുകൊണ്ട് എൻ്റെ ജഡ്ജ്മെന്റ് ഇപ്പൊ കട്ടാണ്. എനിക്കറിയില്ല അത് ഓഡിയൻസ് എന്താ പറയണെന്ന് നോക്കാം. ഇല്ല, ഇപ്പോൾ രാഹുൽ സദാശിവനായിട്ട് ബ്രഹ്മയുഗം വർക്ക് ചെയ്തു, ഉടനെ തന്നെ നെക്സ്റ്റ് മൂവി വന്നപ്പോഴും കോൾ ചെയ്തു. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അടിപൊളിയാണ്. രാഹുലേട്ടൻ എന്നെ സംബന്ധിച്ച് രാഹുലേട്ടൻ എൻ്റെ അടുത്ത് എത്ര ഓപ്പൺ ആയിട്ട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് എൻ്റെ അടുത്തുണ്ട്, എനിക്ക് രാഹുലേട്ടൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ചില പോയിന്റുകളിൽ രാഹുലേട്ടൻ പറയും ക്രിസ്റ്റോ ഇതല്ല വേണ്ട. ഇപ്പോൾ ഡേ ഓഫ് റാത്ത് എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ട് DSCRL. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ ആദ്യം ഞാനൊരു 5-6 വേർഷൻസ് ചെയ്തിട്ടാണ് ഇതിലോട്ടെത്തിയത്. അപ്പോൾ ആ സമയത്ത് ഇതല്ല എന്ന് പറയുമ്പോഴും എനിക്ക് ചെയ്യാനുള്ള മനസ്സിപ്പുറത്ത് ഞാൻ കാണിച്ചാലേ ഇത് നടക്കുള്ളൂ. അപ്പോൾ അതും വർക്കൗട്ടാണ്. പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്തിനാ പുള്ളി പറയണമെന്നുള്ളതും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു നല്ലൊരു റാപ്പാണ് ഉറപ്പായിട്ടും.
ഇപ്പോൾ പ്രണവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ പ്രണവിൻ്റെ എല്ലാ വർക്ക്സും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ബട്ട് ആളെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഇപ്പം മീഡിയയ്ക്ക് ആണെങ്കിലും ഒന്നും അധികം പിടിതരാത്ത ആളാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കാണും ആളോട്. ശരിക്കും ആസ് എ പേഴ്സൺ ഒരുമിച്ച് നിങ്ങൾ ഒരു മൂവി വർക്ക് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു? എങ്ങനെയാണോ നമ്മൾ പുറത്ത് കാണുന്നത് അത് തന്നെയാണ് പ്രണവ്. അല്ലാതെ പുള്ളി വേറെ ഒന്നുമില്ല, അത് തന്നെ പുള്ളി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ക്യാരക്ടർ ഈ ഒരു മൂവി ചെയ്ത സമയത്ത് ആളുടെ ഒരു ക്യാരക്ടർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ്സിൽ വർക്ക് ചെയ്ത ആളെന്ന നിലയിൽ ഇപ്പോൾ ക്രിസ്റ്റോയ്ക്ക് അത് ഇപ്പോൾ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഇമ്പ്രൂവ്മെന്റ്, അങ്ങനെ ഒരു ക്യാരക്ടർ ഇമ്പ്രൂവ്മെന്റ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഭയങ്കര എല്ലാ പടവും ചെയ്യുന്ന പോലെ തന്നെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ലൈക്ക് കുറേ കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഈ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ, ആൻഡ് കുറച്ചുകൂടെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഈ ട്രെയിലറും ടീസറിലൊക്കെ കണ്ട ഇതൊക്കെ തന്നെ ആ ഒരു രീതിയിൽ അങ്ങ് ഞാൻ കൂടുതൽ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല. മറ്റേ കാണാത്തവരുണ്ടാവുമല്ലോ, അവര് എക്സ്പ്ലോർ ചെയ്യട്ടെ.